ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പനിയുടെയും കഫക്കെട്ടിൻ്റെയും ഒക്കെ ഒരു മരുന്നിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും പനിയും ജലദോഷമൊക്കെ അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയാണ്. ചുവന്ന തുളസിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഇതുപോലൊരു ദോശത്തട്ടിൽ വെച്ച് വാട്ടിയെടുക്കാം. ഞാനും പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് വളരെ എഫക്റ്റീവായി തോന്നിയൊരു മരുന്നാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ചതിൻ്റെ നീരെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഇടിക്കല്ലിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് നീരെടുക്കണം. അപ്പം ഇങ്ങനെ വാട്ടിയിട്ട് ഇത് ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് നീര് കിട്ടും. അപ്പം നീര് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തേനൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചെറുതേനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണിത്. അപ്പോൾ ദിവസവും ഒരു 3 നേരം വെച്ച് നമുക്ക് ഈ മരുന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. 2-3 ദിവസം കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. എനിക്ക് പനിയായിരിക്കുമ്പോൾ ഞാൻ ചെയ്ത് നോക്കി വളരെ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളൊരു മെഡിസിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മൾ തേൻ യൂസ് ചെയ്യണതല്ലേ. അപ്പോൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് തേൻ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർക്കിത് കൊടുക്കണ്ടെന്ന് പറയണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.